കൊല്ലം കളക്ടറേറ്റ് വളപ്പിലെ ബോംബ് സ്ഫോടന കേസ് പ്രതികളെ ഇന്ന് കൊല്ലത്തെത്തിക്കും. വെല്ലൂർ ജയിലിൽ നിന്ന് വരുന്ന ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് എത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എപ്പോഴാണ് പ്രതികളെ കൊല്ലത്തെത്തിക്കുന്നത്? കോടതിയിൽ ഹാജരാക്കുന്ന സമയം എപ്പോഴാണ്? വിശദാംശങ്ങൾ. ഇപ്പോൾ ജില്ലാ ജയിലിൽ ഇന്നലെ തന്നെ പ്രതികളെ എത്തിച്ചിരുന്നു. ഇവരെ അല്പസമയത്തിനകം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ജില്ലാ കോടതിയിൽ ഹാജരാക്കും. 2016 ജൂൺ 15-നാണ് കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ കോടതികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിൽ ബേസ് മൂവ്മെന്റിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുള്ള ബേസ് മൂവ്മെന്റ് പ്രവർത്തകരായിട്ടുള്ള നാല് പേർ ചേർന്ന് ഇവിടെ സ്ഫോടനം നടത്തിയത്. തൊഴിൽ വകുപ്പിന്റെ ഉപയോഗശൂന്യമായി കിടന്ന ജീപ്പിന്റെ പുറകിലായിരുന്നു ടൈമർ ബോംബ് വെച്ച് ഉള്ള സ്ഫോടനം ഈ സംഘം നടത്തിയത്. ഇവരെ ഈ അല്പസമയത്തിനകം ഇവിടെ എത്തിക്കും. ഇതിൽ ഷംസുൻ കരീം രാജ എന്ന് പറയുന്ന പ്രതിയാണ് ഇതിൽ മുഖ്യ സൂത്രധാരകൻ. ഇയാളാണ് ഈ കളക്ടറേറ്റിൽ 2 വട്ടം എത്തുകയും ഇതിന്റെ സ്ഫോടനം ആസൂത്രണം ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ ചിത്രങ്ങൾ മുഴുവനും മറ്റ് സംഘങ്ങൾക്ക് അബ്ബാസ് അലിക്ക് കൈമാറുകയായിരുന്നു. ഇതിൽ ഈ ദാവൂദ് സുലൈമാൻ, അബ്ബാസ് അലി തുടങ്ങിയവരാണ് മറ്റ് പ്രതികൾ. 4 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. ഇന്ന് കോടതിയിൽ ഇവരെ ഹാജരാക്കുമ്പോൾ 2 ആഴ്ചത്തേക്ക് കേരള പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. നാളെ ആയിരിക്കും മിക്കവാറും കോടതി വളപ്പിലും. അതുപോലെ തന്നെ ഇതിൽ ഈ ഷംസുദ്ദീൻ കരീം രാജ കൊല്ലം കോട്ടമുക്കിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് 220 രൂപയ്ക്ക് മൊബൈൽ ഫോൺ തൻ്റെ ഫോണിലേക്ക് മറ്റ് പ്രതികളെ ബന്ധപ്പെടാൻ വേണ്ടി ഫോൺ റീചാർജ് ചെയ്തിരുന്നു. ആ കടയിലും കൊണ്ടുപോയി ഇത് തിരിച്ചറിയൽ പരേഡ് നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇവരെ നെല്ലൂർ കോടതിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ 5 കോടതികൾ ലക്ഷ്യമിട്ടായിരുന്നു ബേസ് മൂവ്മെന്റ് പ്രവർത്തകർ. അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. ഇവരുടെ സമുദായത്തിൽപ്പെട്ട നിരവധി പേർ ഇപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട് വിവിധ ജയിലുകളിലാണ്. ഇവർക്ക് നീതി നിഷേധിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്ഫോടനങ്ങളെല്ലാം ആസൂത്രണം ചെയ്തത്.